കാണാൻ വരുന്നതാണ്. ദൈവമുണ്ടോ? ദൈവമുണ്ട് എന്ന് പറയുന്ന ആളൊന്ന് കൈവെക്കൂ. കുറേ ആൾക്കാർ കൈതാത്തിട്ടുണ്ടേ. ശരി, കൈതാക്ക്. അങ്ങനെയാണെങ്കിൽ ഈ ക്ഷേത്രത്തിൽ വന്നിട്ട് ദൈവമുണ്ട് എന്ന വിശ്വാസത്തോടു കൂടി വന്ന് നിൽക്കുന്ന നിങ്ങൾ എത്ര ആൾക്കാർ ദൈവത്തെ കണ്ടിട്ടുണ്ട്? അരക്കൈ, മുക്കക്കൈ, കാക്കൈ. ദൈവത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രം കളവ് പറയരുത്. അടയിലിരുന്നിട്ട് കണ്ടക്ക പല കൈയും താഴ്ത്തി കണ്ടിട്ടുണ്ട്. എവിടെയാ കണ്ടേ? ഹൃദയത്തിലല്ല, നേരിട്ട് കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടോ? ഹൃദയത്തിൽ അറിയാനേ പറ്റൂ. നേരിട്ട് കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടോ? സംസാരിച്ചിട്ടുണ്ടോ? നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഹൃദയത്തിൽ കാണുന്നുണ്ടെങ്കിൽ പിന്നെ ക്ഷേത്രത്തിൽ വരണോ? വേണോ? നേരിട്ട് കണ്ടിട്ടുണ്ടോ? പിന്നെ എന്തിനാ ഈ ക്ഷേത്രം? നമ്മളോട് ചോദിക്കും. തൃക്കരിപ്പൂരിലുള്ള ആതിര എന്ന് പറയുന്ന പെൺകുട്ടിയോട് ചോദിച്ചിരുന്നു. ആ പെൺകുട്ടി എല്ലാ ദിവസവും തൊട്ടടുത്ത വീടിന്റെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി തൊഴുന്ന കുട്ടിയായിരുന്നു. കോളേജിൽ പഠിക്കുന്ന കുട്ടിയാ. ഈ കോളേജിലേക്ക് പോകുന്ന അവസരത്തിൽ ഈ ക്ഷേത്രത്തിൽ കയറി തൊഴുത് അവിടെ നിന്ന് കിട്ടുന്ന പ്രസാദം വാങ്ങിച്ച് നെറ്റിയിൽ തൊട്ട് അതിലെ തുളസിക്കതിരെടുത്ത് മുടിയുടെ ശിഖയിൽ തൊട്ട് എന്നിട്ടാ പോവുക. ഒരു ദിവസം ആ കുട്ടിയോട് ചോദിച്ചു, നീ എന്തിനാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്നത് എന്ന്. കുട്ടി പറഞ്ഞു, ഞാൻ ദൈവത്തിനെ കാണാനാണ്. നീ ദൈവത്തിനെയാണ് കാണാൻ പോകുന്നതെങ്കിൽ നീ ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. കുട്ടിക്ക് ഉത്തരം കിട്ടിയില്ല. നിങ്ങൾക്കിവിടെ പലർക്കും ഉത്തരം കിട്ടിയില്ല. ചോദിക്കുന്നത്, നാളെ നമ്മളോടും വന്ന് പലരും ചോദിക്കും, നമ്മൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? എന്തിനാണ് ഈ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്? നിങ്ങളെല്ലാം അണിഞ്ഞൊരുങ്ങി സുന്ദരന്മാരായി ഇവിടെ വന്നിട്ടുണ്ട്. മാതൃസമിതിക്കാരാണെങ്കിലും നീലിയും വെള്ളിയും ഇട്ട് കഴുത്തിലൊരു ടൈയും കെട്ടിയിട്ടാണ് വന്നിട്ടത്. ഇവിടെ ആക്റ്റീവായിട്ട് ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്തിനാ ക്ഷേത്രത്തിൽ പോകുന്നത്? സപ്താഹമുള്ള സമയത്ത് പറയും ഭക്ഷണം കഴിക്കാനാണെന്ന്. ഇവിടെ സപ്താഹവും ഇല്ല. അപ്പോൾ ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ ആ കുട്ടി ഉത്തരം പറയാൻ കഴിയാതെ നേരെ അമ്മയുടെ അടുത്ത് പോയി. അമ്മയോട് ചോദിച്ചു, അമ്മേ, ഞാൻ ഇങ്ങനെ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് ഞാൻ കോളേജിലേക്ക് പോകുമ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു,